മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള CPM നേതാക്കൾ നിരന്തരം ആരോപിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നത് കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്നാണ്. പ്രതിപക്ഷത്തിനും ആ പരാതിയുണ്ട്. ഒരു തരത്തിലും കേരളത്തിൻ്റെ ആവശ്യങ്ങളോട് കേന്ദ്രം അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കുന്നില്ല എന്നാണ് അവരുടെ എല്ലാം പരാതി. എന്താണ് ഇതിൻ്റെ വാസ്തവം? കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ നമ്മുടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ചില കണക്കുകളൊക്കെ ഉദ്ധരിച്ചു എന്ന് കേൾക്കുന്നു. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? ശരിയാണ്. ഇന്നലെ രാജ്യസഭയിലാണെന്ന് തോന്നുന്നു ധനകാര്യ ബില്ലിൻ്റെ അവസാനത്തെ ചർച്ച നടക്കുകയാണ്. ഇന്നലെ ധനകാര്യ ബില്ല് പാസ്സായി. അപ്പോൾ ധനകാര്യ ബില്ലിൻ്റെ ചർച്ചയ്ക്കുള്ള മറുപടി പ്രസംഗത്തിൽ നിർമ്മല സീതാരാമൻ ഈ സംസ്ഥാനങ്ങളുടെ വിഹിതം കേന്ദ്രം വെട്ടിക്കുറയ്ക്കുന്നു എന്നുള്ളൊരു പൊതുവായ വിഷയം അവരതിന് മറുപടി പറഞ്ഞു. അങ്ങനെ മറുപടി പറഞ്ഞ കൂട്ടത്തിൽ അവർ കേരളത്തിൻ്റെ കാര്യം വളരെ സ്പഷ്ടവും പ്രത്യേകവുമായി എടുത്തു പറഞ്ഞു. നിർമ്മല സീതാരാമൻ കണക്കുകൾ ഉദ്ധരിച്ചാണ് കേരളത്തെ കേന്ദ്രത്തിലെ BJP സർക്കാർ അവഗണിക്കുന്നു എന്നുള്ള ആരോപണത്തെ അവർ ഖണ്ഡിച്ചത്. അതായത് നിർമ്മല സീതാരാമൻ പറയുന്നത് 2004 മുതൽ 2014 വരെ UPA സർക്കാർ ഭരിക്കുന്ന കാലത്ത് നികുതി അതുപോലുള്ള വിഹിതങ്ങൾ നികുതി വരുമാനത്തിൻ്റെ വിഹിതം എന്ന നിലയിൽ കേരളത്തിന് ലഭിച്ചത് അതിൻ്റെ 239% 2014 മുതൽ 2024 വരെ BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിന് ലഭിച്ചത്. അപ്പോൾ അത് കൃത്യമായ കണക്കുകളും അവർ പറഞ്ഞു. അന്ന് ഞാനീ പറഞ്ഞ 2004 തൊട്ട് 14 വരെയുള്ള കാലഘട്ടത്തിൽ ഈ 46,300 കോടി രൂപ കേന്ദ്രവിഹിതമായി കേരളത്തിൻ്റെ വിഹിതമായി കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച സ്ഥാനത്ത് ഈ 2014 മുതൽ 24 വരെയുള്ള കാലഘട്ടത്തിൽ ലഭിച്ചത് 1.57 ലക്ഷം കോടി രൂപയാണ്. വലിയ തുകയാണ്. അത്ര വ്യത്യാസം. വലിയ വ്യത്യാസം. അതായത് അതാണ് അവർ പറഞ്ഞ 239% അധികമാണ് ലഭിച്ചത്. അപ്പോൾ ഇത് ഈ ഞാനീ പറഞ്ഞ നികുതി അത് അങ്ങനെയുള്ള വിഹിതങ്ങളാണ്, സംസ്ഥാനത്തിൽ ലഭിക്കേണ്ട വിഹിതമാണ്. അതെ. ഇനി രണ്ടാമത് അവർ ഗ്രാൻറ്റിൻ്റെ കാര്യവും പറയും. എന്ന് വെച്ചാൽ അത് തിരിച്ചടയ്ക്കേണ്ടാത്ത കേന്ദ്രം നൽകുന്ന സഹായമാണ്. അപ്പോൾ അത് അവർ പറയുന്നത് 509% വർദ്ധിച്ചു എന്നാണ്. അതായത് ഞാൻ മുമ്പേ പറഞ്ഞ കാലയളവിൽ 2004-2014 അന്ന് UPA ഭരിക്കുമ്പോൾ എന്ത് ലഭിച്ചിരുന്നു, അതിൻ്റെ 509% 2014 മുതൽ 24 വരെയുള്ള കാലഘട്ടത്തിൽ ലഭിച്ചു. അതിൻ്റെയും കണക്ക് അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് 25,630 കോടി രൂപയാണ് മുൻപ് കേരളത്തിൽ ലഭിച്ചിരുന്നത് UPA സർക്കാരിൻ്റെ കാലത്ത് കൊടുത്തിരുന്നതെങ്കിൽ ഇപ്പോൾ അത് 1.56 ലക്ഷം കോടി രൂപയായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. വലിയ വർധനമാണ്. അതാണ് 500% എന്ന് പറഞ്ഞാൽ ചെറിയ വർധനയല്ല, 500%-ലധികമുള്ളൊരു വർധന. അതുപോലെ തന്നെ അവർ പറഞ്ഞു പിന്നെ ഈ കോവിഡിന് ശേഷം സ്പെഷ്യൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നുള്ള നിലയിൽ, അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അറിയാമല്ലോ, അടിസ്ഥാന സൗകര്യങ്ങൾ, ദീർഘകാല നിക്ഷേപങ്ങളാണ്. അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് 2,715 കോടി രൂപ അത് ലോണാണ്. പക്ഷെ 50 കൊല്ലത്തിന് ശേഷം തിരിച്ചടയ്ക്കാൻ മാത്രം ആവശ്യമുള്ള ലോണാണ്. പ്രാക്ടിക്കലി 50 കൊല്ലത്തിന് ശേഷം തിരിച്ചടയ്ക്കേണ്ട വരത്തില്ല. കാരണം അപ്പോഴേക്കും ഒരുപാട് സാഹചര്യങ്ങൾ വ്യത്യാസപ്പെടും. പിന്നെ നമ്മൾ ഈ രൂപയുടെ മൂല്യമൊക്കെ കുറയുന്നതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 50 കൊല്ലത്തിന് ശേഷം ശരിക്കും ഇതൊരു തുകയല്ല. ഈ 2,715 കോടി എന്ന് പറയുമ്പോൾ 50 കൊല്ലം കഴിയുമ്പോൾ അത് ഏതാണ്ട് 1000 കോടി രൂപയുടെ വില കാണത്തുള്ളൂ. പക്ഷേ എനിക്ക് ഒരു അഭിപ്രായം, കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു പോക്ക് വെച്ചാൽ, ആ പോക്ക് നമ്മൾ പരിശോധിച്ചാൽ, അത് വിലയിരുത്തിയാൽ എന്താണ് ഇതിലൊക്കെ സംഭവിക്കാൻ പോകുന്നത് എന്ന് വലിയ ആശങ്കയുണ്ട്. അല്ല, അതിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഈ കടമെടുക്കുന്നത് രാജ്യങ്ങളുടെ കാര്യത്തിലോ അല്ലെങ്കിൽ വലിയ സ്ഥാപനങ്ങളുടെ കാര്യത്തിലോ ഒന്നും ഒരു തെറ്റല്ല. വ്യക്തികളുടെ കാര്യത്തിൽ ഞാനത് അഡ്വൈസ് ചെയ്യത്തില്ല. കടം വാങ്ങുന്നത് നല്ലതല്ല. അത് കടം ഒരു ധനമല്ല എന്ന് തന്നെ ഞാൻ പറയും. പക്ഷേ രാഷ്ട്ര ഇപ്പം നിങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോവും. ലോകത്തിലെ ഏറ്റവും അധികം കടമുള്ള രാജ്യങ്ങളിലൊന്നാണ് അമേരിക്ക. അമേരിക്കയുടെ കടം എനിക്ക് തോന്നുന്നു ഏതാണ്ട് $37 ട്രില്യൺ. പക്ഷേ അതുകൊണ്ട് അമേരിക്ക നാളെ പാപ്പരാവോ? ഇല്ല. കാരണം അത് 2-3 കാരണങ്ങളുണ്ട്. ഡോളറിൻ്റെ ഒരു മൂല്യം എന്ന് പറയുന്ന ഒരു വസ്തുത, ഞാൻ അത് തൽക്കാലം അങ്ങ് മാറ്റി വെക്കുകയാണ്. പക്ഷേ ഈ നമ്മൾ കടം വാങ്ങിക്കുന്ന തുക നമ്മൾ വരുമാനം ഉണ്ടാക്കാവുന്ന നിക്ഷേപങ്ങൾ നടത്തണം. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രശാന്ത് ഒരു 10 ലക്ഷം രൂപ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് കടമെടുത്തു വന്നിരിക്കട്ടെ.
ഈ കടമെടുക്കുന്ന തുക പ്രശാന്തിൻ്റെ വീട്ടിലെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രശാന്ത് ചെലവാക്കിയാൽ പ്രശാന്ത് ബുദ്ധിമുട്ടും. വലിയ നേരെ മറിച്ച് കുഴപ്പത്തിലാവും. നിങ്ങളുടെ വീടിന് സമീപം ഒരു കട തുടങ്ങുകയോ അല്ലെങ്കിൽ ഒരു ചെറുകിട വ്യവസായം തുടങ്ങുകയോ ചെയ്തിട്ട് ഇത് അവിടെ നിക്ഷേപിച്ച് അതിൽ നിന്നുള്ള വരുമാനം നിങ്ങൾ എടുത്ത് നിങ്ങൾക്കിത് തിരിച്ചടയ്ക്കാം എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഈ കടമെടുക്കുന്നത് നിങ്ങൾ കാണിക്കുന്ന ബുദ്ധിയാണ്. ഇവിടെ കേരളത്തെ സംബന്ധിച്ചുള്ളൊരു പ്രശ്നം, കേരളത്തിൻ്റെ മൊത്തം റവന്യൂ റെസിപ്റ്റ്സിൻ്റെ 83% 3 കാര്യങ്ങൾക്കാണ് പോകുന്നത്. ഒന്ന് ശമ്പളം, സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, പിന്നെ അവരുടെ പെൻഷൻ, പിന്നെ മൂന്നാമത്തേത് ഈ കടമെടുത്ത തുക തിരിച്ചടയ്ക്കാൻ പലിശയ്ക്ക്, അതിൻ്റെ പലിശ അടയ്ക്കാൻ. അതായത് ഈ വിത്ത് കുത്തി ഉണ്ണുക എന്ന് മലയാളത്തിലൊരു ചൊല്ലുണ്ട്, കേട്ടിട്ടുണ്ട്. കേരള സർക്കാർ ചെയ്യുന്നത് ഈ വിത്ത് കുത്തി ഉണ്ണലാണ്, ഉണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴേ കേരള സർക്കാരിൻ്റെ ആവശ്യം നമുക്ക് കേട്ടാൽ ചിരി വരും. അതായത് ഈ കേന്ദ്രം കടം പിന്നെ അവർക്ക് ധനം കൊടുക്കണം, പൈസ കൊടുക്കണം, അത് കിട്ടിയേ പറ്റും. പക്ഷേ അതെങ്ങനെ ചിലവാക്കിയെന്ന് ചോദിക്കാൻ പാടില്ല. അത് ഞങ്ങൾ ഇഷ്ടമുള്ള പോലെ ചിലവാക്കാനുള്ളത് തന്നോണം, കണക്ക് ചോദിക്കരുത്. നിങ്ങൾ കണക്ക് ചോദിക്കരുത്. ഇതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. ഈ കണക്ക് ചോദിക്കുമ്പോഴാണ് ഇവിടെ കൊരയും മുറുമുറുപ്പും എല്ലാം വരുന്നത്. ഇത് പിന്നെ അരിയും തിന്ന് വേറെ പലരെയും കടിച്ച് എന്നിട്ടും പട്ടിക്ക് മുറുമുറുപ്പാണ്. ഈ ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഈ പണം വക മാറ്റുക എന്നുള്ളൊരു ഏർപ്പാട് അത് പണ്ട് തൊട്ടേ കേരളത്തിലുള്ളതാണ്. പണ്ട് പിന്നെ സുനാമി വന്നപ്പം കിട്ടിയ സഹായത്തിൽ കോട്ടയത്ത് വരെ റോഡ് പണിഞ്ഞു. അത് വായിച്ചിട്ട് സുനാമി ഫണ്ട് ഉപയോഗിച്ച് അത് വലിയ വാർത്തയായിരുന്നു. അത് ഞാനിപ്പോൾ അത് പിന്നെ ഏത് മണ്ഡലത്തിലാണെന്നും പറഞ്ഞ് മരിച്ചുപോയ ഒരു വ്യക്തിയെ ഞാൻ അപമാനിക്കുന്നില്ല. പക്ഷേ എല്ലാവർക്കും മനസ്സിലായി. പക്ഷേ ഇത് നിരന്തരം സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് കേരളത്തിൽ. ഇപ്പോൾ പിന്നെ വയനാട്ടിലെ ദുരിതാശ്വാസത്തിന് വേണ്ടി കേന്ദ്രം ഫണ്ട് അനുവദിച്ചില്ല എന്ന് പറയുമ്പോഴും, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ആശാ വർക്കർമാർക്ക് കൊടുക്കാനുള്ള തുക അനുവദിച്ചില്ല എന്ന് പറയുമ്പോഴും ഒക്കെ തന്നെ സംസ്ഥാന സർക്കാർ മറച്ചു വെക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് വളരെ കേരള ഗവൺമെൻറ്റിന് കേരളത്തിൽ വളരെ ശക്തമായ ഒരു പ്രൊപ്പഗൻഡ വിങ്ങുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങളും അതുപോലെ തന്നെ മറ്റ് പ്രൊപ്പഗൻഡ വിങ്ങുകളും ഉപയോഗിച്ച് ഇവർ ഈ പാതി സത്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. കേന്ദ്രത്തിൻ്റെ സഹായം കേന്ദ്രത്തിൽ നിന്ന് പണം വേണം താനും, നമ്മൾ എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ള വിശദാംശങ്ങൾ കേന്ദ്രത്തിന് കൊടുക്കുകയുമില്ല. പിന്നെ കേന്ദ്രത്തിനെതിരെ നിരന്തരം ആരോപണം ഉന്നയിക്കുകയും ചെയ്യും. ഈ കേന്ദ്രവിരുദ്ധ സമരം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാലേ ഇപ്പോഴത്തെ കാലത്തുള്ള പലർക്കും അത് അറിയാൻ വയ്യ. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇവിടെ അന്ന് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നാൽ സ്ഥിരം ഉള്ളത് പിന്നെ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പലപ്പോഴും ഉപരോധമാണ്. BSNL മുന്നിൽ സമരം, റെയിൽവേ സ്റ്റേഷന് മുന്നിൽ സമരം, ഈ തിരുവനന്തപുരത്തെത്തിയ AGCൻ്റെ മുന്നിൽ സമരം. അന്ന് നിരന്തരം ഇതുപോലുള്ള സമരങ്ങളായിരുന്നു. ഇന്ന് സത്യം പറഞ്ഞാൽ കേന്ദ്രവിരുദ്ധ സമരം പണ്ടുള്ളതിൻ്റെ 10% പോലും ഇല്ല. ഒന്നാമത് സമരത്തിന് ഇന്ന് ആളിനെ കിട്ടത്തില്ല. ഇന്ന് സമരത്തിന് ഏത് സഖാവിനെ വിളിച്ചാലും അവർക്ക് ഒരു ദിവസത്തെ കൂലി കൊടുക്കേണ്ടി വരും. ഇന്ന് കേരളത്തിലെ കൂലി വെച്ച് നോക്കുമ്പോൾ 1000 രൂപ കൊടുക്കേണ്ടി വരും. 10 പേര് വന്നാൽ 10,000 രൂപ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊന്നും ഇന്ന് സമരം നടക്കുന്ന കാര്യമില്ല. പിന്നെ പിണറായി വിജയൻ ഒരു തന്ത്രപൂർവ്വമാണ് ഇപ്പോൾ കേന്ദ്രവിരുദ്ധ സമരം നടത്തുന്നത്. സമരം നടത്തുകയും ചെയ്യണം, പക്ഷേ എന്നാൽ കേന്ദ്ര സർക്കാരിന് നോവുകയരുത്. ഇപ്പം നമുക്കൊരു അടി കൊടുക്കുകയും ചെയ്യണം, അടി കൊള്ളുന്ന ആളിന് നോവുകയരുത്. അതൊരു തലോടലായിരിക്കും. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അതൊരു തലോടലായിരിക്കും. നിർമ്മല സീതാരാമൻ ഇവിടെ തുറന്നു കാണിച്ചത് ഈ കേരള സർക്കാരിൻ്റെ ഇരട്ടത്താപ്പാണ്. ഇത് തികച്ചും ഒരു അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം വിഷയങ്ങളൊക്കെ ഇവരുന്നയിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ പണം കൊടുക്കുന്ന രീതിക്ക് ഇന്ന് വ്യത്യാസം വന്നിട്ടുണ്ട്. പ്രോജക്റ്റ് വൈസ് ആയിട്ടാണ് പണം കൊടുക്കുന്നത്. ആ പ്രോജക്റ്റുകൾ നന്നായിട്ട് പ്രോജക്റ്റ് തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചാൽ നിശ്ചയമായിട്ടും കേന്ദ്രത്തിൽ നിന്നും തുകകൾ അനുഭവിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ ബജറ്റിലെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് അത് ഒന്ന് പിന്നെ ഫിഷറീസാണ്. കേരളത്തിന് ഏറ്റവും കൂടുതൽ പിന്നെ വികസനം സാധ്യതകളുള്ളൊരു മേഖലയാണ്. അപ്പോൾ കൃത്യമായ പിന്നെ പ്രോജക്റ്റ് നമ്മൾ തയ്യാറാക്കി കൊടുത്താൽ കേന്ദ്രത്തിൽ നിന്ന് പൈസ കിട്ടും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? പ്രോജക്റ്റ് തയ്യാറാക്കണം, ഞങ്ങൾക്കൊരു ലം സമ്മായിട്ട് ഞങ്ങൾ ഇഷ്ടമുള്ള പോലെ ചിലവാക്കുക, എന്നിട്ട് പിണറായി വിജയൻ്റെ ഫോട്ടോയും വെച്ച് അതിനി നടക്കത്തില്ല എന്ന് വളരെ കൃത്യമായിട്ട് നിർമ്മല സീതാരാമൻ പറഞ്ഞു. അവർ
പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വരും അവർ. ആ. അവിടെ വെച്ച് പറയേണ്ടതൊക്കെ ഇതുപോലെ പറയും, അന്നേരം മിണ്ടത്തില്ല. ആ. തിരിച്ചിവിടെ വന്ന് ജനങ്ങളെയും പത്രക്കാരെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് കേന്ദ്രവിരുദ്ധവും ആരോപണങ്ങളും ഒക്കെ വരും. നേരെ മറിച്ച് കൃത്യമായി വിവിധ മേഖലകളിലെ അവസരങ്ങൾ കണ്ടെത്തി പ്രോജക്റ്റുകൾ തയ്യാറാക്കി ആ മേഖലയിൽ വികസനം കൊണ്ടുവന്നാൽ അതിൻ്റെ പ്രയോജനം സംസ്ഥാന സർക്കാരിനും CPM-നും കിട്ടും. കാരണം സ്വാഭാവികമായിട്ടും അത്രയും തൊഴിലവസരം കിട്ടുകയല്ലേ. ഇപ്പം നമ്മളിപ്പം CPM-ന് എതിരാണെങ്കിലും അവരുടെ കയ്യിൽ നിന്നും പാർട്ടി ഭരിക്കുമ്പോൾ ചില വികസനങ്ങളുണ്ടായാൽ തീർച്ചയായിട്ടും പാർട്ടിക്ക് അത് പ്രയോജനം ചെയ്യും. പക്ഷെ അതിനു പോലുമുള്ള ഒരു പിന്നെ സന്നദ്ധത ഇന്നത്തെ ഇടതുമുന്നണി സർക്കാർ കാണിക്കുന്നില്ല. ഒരു നയപരമായിട്ട് സമീപിച്ച് ഫണ്ടിനൊരു കുറവുമില്ല. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 509%, കേന്ദ്രത്തിൽ നിന്ന് പറയുന്നത്, ഇപ്പം നിതിൻ ഗഡ്കരി പോലൊക്കെ ഉള്ളവർ പറയുന്നത് ഫണ്ടിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഫണ്ട് എത്ര വേണമെങ്കിലും കിട്ടും. പക്ഷേ കണക്ക് കൃത്യമായിരിക്കണം. പിന്നെ ഏത് കാര്യത്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് അതിന് ഉപയോഗിക്കണം. അതിനുള്ളിൽ നിന്ന് എന്തെങ്കിലും ചെറിയ തരികട വേണമെങ്കിൽ കാണിച്ചാലും ചിലപ്പോൾ അവർ കണ്ണടയ്ക്കും. പക്ഷെ മുച്ചൂടും അടിച്ചു മാറ്റാൻ അത് നടക്കില്ല. ചുരുക്കി പറഞ്ഞാൽ പുട്ടും കടലയും ഏറ്റില്ല. അത്രയേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.